നമസ്കാരം, ഷെർതിരുവല്ലയാണ്. ഞാനിപ്പോൾ ഉള്ളത് നെടുമുടിയിലാണ്. നമ്മുടെ സുഹൃത്ത് രഞ്ജിത്ത് പാലാത്രയുടെ കൂട്ടത്തിലാണ്. ഇന്ന് ഞങ്ങൾ രഞ്ജിത്തിൻ്റെ ശിക്കാരി വള്ളത്തിലുള്ള യാത്രയാണ്. ഇവിടുന്ന് നേരെ ഞങ്ങൾ പോകുന്നൊരു രാജപുരം ഷാപ്പ് അല്ലേ? അപ്പം രഞ്ജിത്തിൻ്റെ ശിക്കാരി വള്ളത്തിലാണ് ഇന്ന് യാത്ര. ഇവിടുന്ന് എത്ര ദൂരം കാണാം? നമ്മൾ 2.5 മണിക്കൂർ പിടിക്കും. അപ്പം നമ്മൾ കായലിൽ യാത്രയാണ്. കാഴ്ചകളൊക്കെ കണ്ട് നേരെ നമ്മൾ രാജപുരം ഷാപ്പിലോട്ടാണ് പോകുന്നത്. ഈ ഒരു ശിക്കാരി വള്ളത്തിലാണ് ഇന്ന് ഞങ്ങൾ കായലിൽ കൂടെ യാത്ര ചെയ്യാൻ പോകുന്നത്. ഏകദേശം ഞങ്ങളൊരു 5 പേരോളം ഉണ്ട്. ഞങ്ങൾ 5 പേരാണ് രാജപുരം ഷാപ്പിലേക്ക് പോകുന്നത്. കായലിൽ കൂടെയുള്ള യാത്ര. ഈ ഒരു ശിക്കാരി വള്ളത്തിൻ്റെ ഏറ്റവും ഫ്രണ്ടിലാണ് ഞാൻ ഇരിക്കുന്നത്. കായലിലെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ ഞങ്ങൾ യാത്ര ചെയ്യുകയാണ്. അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളാണ്. നിങ്ങൾക്കും ഇതുപോലെ തന്നെ യാത്ര ചെയ്യണമെങ്കിൽ നേരെ രഞ്ജിത്തിൻ്റെ ഫോൺ നമ്പറിലേക്ക് വിളിക്കുക. ഞങ്ങളിപ്പം രാജപുരം ഷാപ്പിൻ്റെ അടുത്ത് എത്തിയേക്കുവാണ്. അതിൻ്റെ ഫ്രണ്ടിലുള്ള ആ സ്പോട്ടിൻ്റെ അതിലെയാണ് യാത്ര ചെയ്ത് പോകുന്നത്. നല്ല തിരക്കാണ് നമുക്കിപ്പോൾ കാണാം ഇതിലെ പോകുമ്പോൾ. ഞങ്ങളിപ്പം കായൽ യാത്രയൊക്കെ കഴിഞ്ഞു. ഇപ്പം രാജപുരം ഷാപ്പിൻ്റെ അടുത്ത് എത്തിയേക്കുവാണ്. നമ്മുടെ ഇവിടുത്തെ രഞ്ജിത്താണുള്ളത്. രഞ്ജിത്തിൻ്റെ ശിക്കാരി ബോട്ടിലാണ് എത്തിയേക്കുന്നത്. ഇപ്പം നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് രഞ്ജിത്തിൻ്റെ ശിക്കാരി ബോട്ട് യാത്ര ചെയ്യണമെങ്കിൽ രഞ്ജിത്തിൻ്റെ ഫോൺ നമ്പറാണ്. എൻ്റെ ഫോൺ നമ്പർ 9495330597. വേണമെങ്കിൽ രഞ്ജിത്തിനെ ബന്ധപ്പെടാം. കായലിൽ കൂടെ യാത്ര ചെയ്ത് നല്ല ഷാപ്പുകൾ കയറി നല്ല ഫുഡൊക്കെ കഴിച്ചിട്ട് പോവാം. അപ്പം ഞങ്ങളിപ്പം ഷാപ്പിൽ എത്തിയേക്കുവാണ്. ഇനിയും ഷാപ്പിലെ കുറച്ച് വിശേഷങ്ങളാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ഫുഡൊക്കെ കഴിക്കുന്നത്. അതായത് രാജപുരം ഷാപ്പാണ് ഫേമസ് ആയിട്ടുള്ള ഒരു ഷാപ്പ് അല്ലേ? തീർച്ചയായും കുട്ടനാട്ടിലെ ഏറ്റവും മനോഹരമായ ഷാപ്പാണ് രാജപുരം ഷാപ്പ്. തീർച്ചയായിട്ടും ഇപ്പം ഞാനിപ്പോൾ കാണിച്ചു തരാം. നമുക്ക് ഷാപ്പിൽ കയറാൻ പറ്റത്തില്ല, അതുകൂട്ട് തിരക്കാണ്. ഞങ്ങൾ അതിലേ വന്നപ്പോൾ ഷാപ്പിൻ്റെ ഫ്രണ്ടിൽ കൂടെ വന്ന് നമ്മുടെ ശിക്കാരിയുടെ സൈഡിൽ ഒതുക്കിയിട്ടേക്കുവാണ്. അവിടെ നല്ല തിരക്കാണ്. നമുക്ക് ഫുഡ് കിട്ടുമോ ഇല്ലയെന്ന് അറിയത്തില്ല. എന്തായാലും നിങ്ങൾക്ക് ഇതുകൂട്ടൊരു യാത്ര ചെയ്യണമെങ്കിൽ രഞ്ജിത്തിനെ വിളിക്കുക. ഫോൺ നമ്പർ ഞാൻ വീഡിയോയ്ക്കകത്ത് കൊടുത്തേക്കാം. ഒരു രക്ഷയില്ലാത്ത തിരക്കാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഞങ്ങളിപ്പം രാജപുരം ഷാപ്പിലെത്തിയിട്ട് കുറച്ച് നേരമായി, ഫുഡൊന്നും കിട്ടിയില്ല. അതുകൂട്ട് തിരക്കാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? അതിൻ്റെ പുറകിൽ ഒത്തിരി പേര് ഫുഡിന് വെയിറ്റ് ചെയ്യുകയാണ്. നല്ല തിരക്കാണ്. ഓണമൊക്കെ ആയതുകൊണ്ട് ഇവിടെ നല്ല തിരക്കാണ്. ആഹാരം കഴിക്കാൻ വേണ്ടി ഇവിടെ ഒത്തിരി പേരാണ് എത്തിയിരിക്കുന്നത്. നമുക്കിപ്പം വേമ്പനാട്ട് കായലിൽ നിന്നും പിടിച്ച ഞണ്ട് കിട്ടിയിരിക്കുകയാണ്. നമ്മൾ കുറേ സാധനം നമ്മുടെ രഞ്ജിത്ത് ഓർഡർ ചെയ്ത് തിരക്കായതുകൊണ്ട് കിട്ടാൻ താമസമുണ്ട്. ഇപ്പം നമുക്ക് ഞണ്ടും അതുപോലെ തന്നെ പൊറോട്ടയാണ് കിട്ടിയിരിക്കുന്നത്. ഈ ഞണ്ടിൻ്റെ വലുപ്പം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പം ഞങ്ങളെല്ലാവരും കൂടെ കഴിക്കാൻ പോവാണ്. നമുക്ക് കിട്ടിയത് അല്ലേ? നമുക്കിത് ഇത് കടൽ ഞണ്ടല്ല, കായൽ ഞണ്ട് കേട്ടോ. ഇത് കായൽ ഞണ്ടാണ് ഈ കിട്ടിയിരിക്കുന്നത്. വേമ്പനാട്ട് കായലിൽ പിടിച്ച ഞണ്ട്. വേമ്പനാട്ട് കായലിൽ നിന്നും പിടിച്ച ഞണ്ടാണ്. ഇതേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. നിങ്ങൾ കണ്ടല്ലോ അവിടുത്തെ തിരക്ക്. നമുക്ക് ആകെ കിട്ടിയത് ഇപ്പോൾ ഇതാണ്. എന്തായാലും ഇത് ഞങ്ങളിപ്പോൾ കഴിക്കാൻ പോവാണ് അല്ലേ? കഴിക്കാൻ പോകണം. കാഴ്ചയൊക്കെ ഞങ്ങളിപ്പോൾ തുടങ്ങുവാണ് പരിപാടി. എൻ്റെ ഗ്രേവി 2 ടേസ്റ്റ് അല്ലേ? ഒരു രക്ഷയില്ല. ഒരു രക്ഷയുടെ ടേസ്റ്റാണ് ഗ്രേവി എന്ന് പറഞ്ഞാൽ. മുടിഞ്ഞ ടേസ്റ്റ്. അതാണ് രാജപുരം ഷാപ്പിലെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഇത്രയും തിരക്ക്. നമ്മുടെ ഓണം ആയപ്പോഴേക്കിനും പിന്നെ ഒരു രക്ഷയില്ല. ഞാനിവിടെ ഏകദേശം ഒരു 4 പ്രാവശ്യത്തോളം ഇവിടെ വന്നിട്ടുണ്ട്. ഇത്രയും തിരക്ക് കണ്ടിട്ടില്ല. ടേസ്റ്റ് ഞാൻ ഈ കാല് ഓടുമ്പോൾ ബോട്ട് വാഷ് ഓടുമ്പോൾ ഇവര് ഞങ്ങൾക്ക് സാധനമൊക്കെ തോന്നും. അതിനാണ് 20 ആണോ നമ്പർ. എത്ര ബോട്ടിൽ ഞങ്ങൾ തിരിച്ചു വന്നിരിക്കുക. രഞ്ജിത്തേട്ടാ, നമ്മളിപ്പോൾ എവിടെയാണ് ഉള്ളത്? നമ്മൾ ആർ ബ്ലോക്കിൻ്റെ
വേമ്പനാട്ടുകാരും നമ്മളെ കൂടുതൽ ഒരു ആർമക്കിന് പെരുമാറിലുണ്ട്. നമ്മൾ ഫുഡ് കഴിച്ചോണ്ടിരിക്കുകയാണ്. ഞങ്ങൾ കുറേ ഫുഡൊക്കെ ഓർഡർ ചെയ്തായിരുന്നല്ലേ. അപ്പോൾ നമുക്ക് കുറച്ച് സാധനമേ കിട്ടിയുള്ളൂ. അവിടുത്തെ തിരക്ക് നിങ്ങളെ ഞാൻ കാണിച്ചതാണ്. ഇപ്പം നമുക്കുള്ളത് പൊറോട്ടയാണ്, അതുപോലെ തന്നെ കരിമീൻ അല്ലേ, കരിമീൻ പൊള്ളിച്ചത്, പിന്നെന്തുവാണ് പള്ളത്തി, ചെമ്മീൻ റോസ്റ്റ്, പോത്തുവറ, ഇത് ചെമ്മീൻ റോസ്റ്റ് അല്ലേ, ആ പിന്നെ താറാവുണ്ട്, താറാവ് പപ്പാസ്. ഇത്ര ഐറ്റമേ കിട്ടിയുള്ളൂ ഗൈസ്. ഞങ്ങളിപ്പോൾ കഴിക്കാൻ പോവാണ്. എന്തായാലും പൊറോട്ടയാണ് നമുക്ക് കിട്ടിയത്. കഴിച്ചോളൂ. കഴിച്ചോളൂ ഗൈസ്. എല്ലാവരും ഓരോ പൊറോട്ട. അത് തന്നെ. രഞ്ജിത് ഭായിയുടെ വള്ളത്തെ ഫ്രണ്ടിലെല്ലാം ചില ഗ്രേവിയും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. എന്നാലും നമുക്ക് അടിപൊളിയായിട്ട് ആസ്വദിച്ച് ഞങ്ങൾ കഴിക്കുകയാണ്. ഇതെന്തോ അത് നോക്കട്ടെ. ഇത് കൊഞ്ച അല്ലേ, ഇതെന്തോ കൊഞ്ചല്ലേ, ചെമ്മീനാണ് കേട്ടോ ഭായി. കഴിച്ചിട്ട് നിങ്ങൾ അഭിപ്രായം പറയണം കേട്ടോ. കരിമീനുണ്ട്, ചെമ്മീനുണ്ട്, പള്ളത്തി അല്ലേ, പള്ളത്തിയുണ്ട്, താറാവ് ആരും തൊട്ടിട്ടില്ല. താറാവ് രാഷൻ ഇട്ട് കൊടുക്കും. ഇവിടെ അടുത്താണ് കഴിക്കേണ്ടത്. ഒരു അന്യ ടേസ്റ്റ് കേട്ടോ, അന്യ ടേസ്റ്റ്. കഴിച്ചു കാണിക്കട്ടെ. ആന്റണി നസീറോട്ടെ വിളിച്ചിട്ട് പാടിയ നസീറോട്ട് നസീറിൻ്റെ സിനിമയാണ് കാവാലിച്ചുണ്ട്. ഗൈസ്, ഞങ്ങളിപ്പം രാവിലത്തെ യാത്രയൊക്കെ കഴിഞ്ഞ് തിരിച്ച് നെടുമുടിയിൽ എത്തിക്കുവാണ്. നമ്മുടെ രാജഭവൻ ഷാപ്പിൽ നല്ല തിരക്കായിരുന്നു. ഓണത്തിൻ്റെയൊക്കെ ഇതായതുകൊണ്ട് നമ്മുടെ രഞ്ജിത് ഭായിയോട് വിട പറയുകയാണ്. വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾക്ക് യാത്ര ചെയ്യണമെങ്കിൽ ഇതാണ് നമ്പർ കേട്ടോ. ഓക്കെ ബ്രോ, ഈ നമ്പർ വിളിക്കുക. എവരി ടൈമിൽ രാത്രി വേണമെന്നില്ല. നമ്മുടെ രഞ്ജിത് ഭായിയുടെ നമ്പറാണ് ഇപ്പം കാണിച്ചത്. നിങ്ങൾക്ക് വിളിക്കുക. കൂടി വന്നു കഴിഞ്ഞാൽ രഞ്ജിത് ഭായിയുടെ കൂടെ പോവുക. നല്ല അടിപൊളി ഷാപ്പിൽ കയറി നല്ല അടിപൊളി ഫുഡ് കഴിക്കുക. തീർച്ചയായിട്ടും. അപ്പം നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.